അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിൻ്റെ 12ാമത്തെ രാവിലാണ് നമ്മളുള്ളത്. അൽഹംദുലില്ലാ, 12ാമത്തെ പകലിലേക്ക് നാളെ നമ്മൾ കടക്കുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും സമാധാനവും റാഹത്തുമുള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അല്ലാഹു തആല എല്ലാവിധ ഖൈറിലുമാക്കട്ടെ. മോശപ്പെട്ട ചിന്തകളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. SSLC പരീക്ഷയുടെ റിസൾട്ട് വന്നു. ഒരുപാട് കുട്ടികൾക്ക് ഫുൾ A+ ഉണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ കൊടുക്കട്ടെ. ബാക്കിയുള്ള തുടർ പഠനങ്ങൾ അല്ലാഹു തആല വിജയത്തിലാക്കട്ടെ. പലർക്കും 9A+, 8A+, 7, 2, 3 ഒക്കെ ആയിട്ട് A+കളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ജസ്റ്റ് പാസ് മാർക്ക് ഉണ്ട്. ചില കുട്ടികൾ ചിലപ്പോൾ ചില വിഷയങ്ങൾക്ക് പോയി. അതൊന്നും കുഴപ്പമില്ല, ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. അതൊക്കെ നമുക്ക് ഒരു ജീവിതത്തിൽ ഒരു ത്രില്ലായിട്ട് കണ്ടെത്തി അതൊക്കെ നമ്മൾ തരണം ചെയ്തെടുക്കും. അല്ലാതെ ജീവിതം അവസാനിപ്പിക്കുന്നു, ഞാൻ മരിക്കുന്നു, അങ്ങനെയൊന്നുമല്ല. അതൊക്കെ ജീവിതത്തിൽ തോന്നുന്ന ചില മണ്ടത്തരങ്ങളാണ്. അങ്ങോട്ടൊന്നും കടക്കണ്ട, അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട. ഇൻഷാ അല്ലാഹ് ഭാവി ജീവിതം ഭാസുരമാക്കാനുള്ള പദ്ധതികൾ, തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തുക. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. പലരും ഇപ്പോൾ വെക്കേഷൻ ടൂറിലൊക്കെ ആണ്. ഇപ്പോൾ റിസൾട്ടൊക്കെ അറിഞ്ഞപ്പോൾ ഇനി പലരും ധൈര്യസമേതം അങ്ങോട്ട് ടൂറൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നു. പോകുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. പല സ്ഥലത്തും നല്ല ഇടിയും മിന്നലും കാറ്റും മഴയൊക്കെയാണ്. അപ്പോൾ അതിൻ്റേതായ സേഫ്റ്റി നമ്മൾ പാലിക്കുക. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ അപകടങ്ങളിൽ മരണപ്പെടുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പുഴകളിൽ കുളിക്കാൻ ഇറങ്ങി മുങ്ങിപ്പോകുന്നുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ജീവിതം നമ്മൾ സേഫാക്കുക. എപ്പോഴും നമ്മുടെ ഇബാദത്തുകൾ നിത്യമാക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാ കാര്യങ്ങളും റാഹത്തിലും സന്തോഷത്തിലും ആവാൻ വേണ്ടി നമുക്ക് ഇന്നത്തെ മജ്‌ലിസിൽ പ്രത്യേകം ദുആരക്കാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നമ്മുടെ മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു സ്വർഗ്ഗം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാത്തിനും വേണ്ടിയുള്ള ദുആ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരെ ദിക്റിന്റെ മജ്‌ലിസിലേക്ക് കടക്കാം. നമ്മുടെ ഈമാൻ പുതുക്കാൻ, ജദ്ദിദു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ പുതുക്കുക. വനവ്വിറു ഖുലൂബക്കും, ഇത് പറഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങൾ പ്രകാശിപ്പിക്കുക. വസയ്യിനു അൽസിനതക്കും, നമ്മുടെ നാവുകൾ ഭംഗിയുള്ളതാവാൻ. ഏറ്റവും കൂടുതൽ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വാക്ക്, അള്ളാഹ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്, സ്വർഗത്തിന്റെ മിഫ്താഹുൽ ജന്ന, സ്വർഗത്തിന്റെ താക്കോലാകുന്ന വാക്ക്, വചനം, അത് വേറൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകമാണ്. ആ ഒരു ദിക്റാണ്. അതിൻ്റെ പവർ വേറെ ഒരു ദിക്റിനുമില്ല. നമുക്കൊന്ന് ചൊല്ലിയാലോ? എല്ലാ നേട്ടങ്ങളും ഈ ദിക്ർ ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കി തരട്ടെ. വിഷമങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി തരട്ടെ. ഈ ഒരു ദിക്ർ പറഞ്ഞ് നമുക്ക് മരിക്കാൻ അല്ലാഹു അവസരം തരട്ടെ. പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്,
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ 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 ഇല്ലല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഒരുപാട് നിഅമത്ത് തന്നിട്ടുണ്ട് അല്ലേ, അനുഗ്രഹം. ഒന്ന് എണ്ണി നോക്കിയേ. നമുക്ക് വീട്, ആ വീട്ടിൽ തന്നെ എത്രയോ സൗകര്യങ്ങൾ നമുക്ക് തന്നു. നമ്മുടെ ശരീരം, നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മുടെ കണ്ണ്, നമ്മുടെ വാഹനം, നമ്മുടെ വീട്, നമുക്ക് ശ്വസിക്കാൻ വായു, അല്ലേ, ഒരു പ്രയാസവുമില്ല. ഇങ്ങനെ ഒരുപാട് എണ്ണാൻ തുടങ്ങിയാൽ ഒരുപാട് എണ്ണാനുണ്ട്. ഒരുപാട് നിഅമത്ത് പടച്ചോൻ നമുക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, എല്ലാം അല്ലാഹു തആല തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിന്ന് കിട്ടണം, നഷ്ടപ്പെട്ടു പോകരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ദുആ രക്കണം. നമുക്ക് അല്ലാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടാനും ഇനിയും ഒരുപാട് നിഅമത്തുകൾ കിട്ടാനും ഇപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനും വേണ്ടിയുള്ള മഹത്തുക്കൾ പഠിപ്പിച്ച ഒരു ദുആ, അതൊരു ദുആയാണ്, ദിക്റാണ്. ഏത് ഗണത്തിൽ നമുക്ക് പെടുത്താം? ഏതാണത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇസ്തിഗ്ഫാറും ഹംദും ചേർത്ത് പറയണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വ സ്തുതികളും അല്ലാഹുവേ നിനക്കാണ്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ചെയ്തു പോയ തെറ്റുകൾ പൊറുത്തപ്പെട്ട് തരണേ അല്ലാ, ഞാൻ ചെയ്ത തെറ്റുകൾ കൊണ്ട് എനിക്ക് തന്നിട്ടുള്ള നിഅമത്ത് നീ എടുത്തു കളയല്ലേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്നത് പറഞ്ഞാലോ? മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി പറഞ്ഞോ. അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾ നിലനിൽക്കണം, അതുപോലെ തന്നെ ഒന്നും നഷ്ടപ്പെടരുത്, ഇനിയും ഒരുപാട് നിഅമത്ത് കിട്ടണം. പറഞ്ഞോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. 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 അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം. കണ്ണേറ് സിഹ്റിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ച ഒരു അമൂല്യമായ ദിക്റുണ്ട്. സ്വർഗത്തിൻ്റെ നിധികളിൽപ്പെട്ട ഒരു നിധിയാണിത്. മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾക്കൊരു പരിഹാരം കിട്ടാൻ അല്ലാഹു തആല ഒരുപാട് നമുക്ക് നിഅമത്തുകൾ വാരിക്കോരി തരാൻ ഒക്കെ പറ്റിയ ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാവരും പറഞ്ഞോ, ഒന്നിച്ചു പറഞ്ഞോ.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നമ്മുടെ കാഴ്ച ശക്തി, കേൾവി ശക്തി, അതൊക്കെ അധികരിക്കാൻ, അതായത് കാഴ്ച നമുക്ക് കിട്ടാൻ, കേൾവി ശക്തി കിട്ടാൻ, കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ, ചെവിയുമായി ബന്ധപ്പെട്ട് ഈ ചെവിയിൽ ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അപ്പോൾ നമ്മുടെ തലയുമായി നമ്മുടെ ശാരീരിക അസ്വസ്ഥതകൾ മുഴുവൻ മാറാനുള്ള നമുക്ക് ഒരു 3 ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ 3 ഇസ്മുകൾ ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ്. 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 യാ ബസീറു യാ
സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ് യാ ബസീറു യാ സമീഉ യാ ഷാഫി യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ അതിപ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഇസ്മാണ്. പക്ഷെ അത് വല്ലപ്പോഴും പറയേണ്ടതല്ല. എല്ലാ ദിവസവും സ്ഥിരമായി നമുക്ക് പറയാൻ പറ്റിയാൽ ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു തആല തരും. അള്ളാഹുവിൻ്റെ രാജാധികാരത്തെ പിടിച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ഒരു ഇസ്മാണത്. അള്ളാഹുവേ, ഈ ഇസ്മ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരണം, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ എന്നും കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആരക്കണം. എങ്ങനെയാണ് അങ്ങനെ ദുആരക്കേണ്ടത്? ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഇസ്മും പറയണം, നമ്മുടെ ആവശ്യങ്ങളും ചോദിക്കണം. യാ മാലിക്കൽ മുൽക്കി അദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات يا مالك الملك يا ذا الجلال والإكرام يا الله اللهم اقض حاجاتنا يا قاضي الحاجات. നമ്മൾ ചെയ്തു പോകുന്ന അബദ്ധങ്ങൾ, തെറ്റുകൾ എത്രയാണ് അല്ല, എണ്ണിയാലൊടുങ്ങാത്ത തെറ്റുകൾ നമ്മൾ ചെയ്തു പോവാറുണ്ട്. ഓരോ ദിവസവും ചിലപ്പോൾ വാക്കുകൾ കൊണ്ട്, പ്രവൃത്തികൾ കൊണ്ട്, നോട്ടം കൊണ്ട്, കേൾവി കൊണ്ട്, ഹൃദയം കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത പല തെറ്റുകളും, നമ്മൾ അറിയാതെ നമ്മൾ ഒരുപാട് തെറ്റുകൾ, അബദ്ധങ്ങളിലേക്ക് പോകുന്നവരാണ്. എല്ലാ തെറ്റുകളും അല്ലാഹു തആല നമ്മൾ അറിയാതെ തന്നെ പുറത്തു തരണം. എങ്ങനെ? ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് തെറ്റുകൾ, ഒരുപാട് അബദ്ധങ്ങൾ നമ്മളിൽ നിന്നും അല്ലാഹു തആല മായ്ച്ചു കളയുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു ദിക്റുണ്ട്. ദിക്ർ നമുക്ക് പറഞ്ഞാലോ? പറഞ്ഞോ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ
الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الحمد لله അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ദിക്റിന്റെ സ്വലാത്തിന്റെ ഇസ്മുകളുടെ ഇസ്തിഗ്ഫാറിന്റെ മജ്ലിസ് അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഈ പറഞ്ഞതിൽ ചൊല്ലിയതിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, നമ്മുടെ ഈമാനിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, നമ്മുടെ ചൊല്ലിയതിൽ എന്തെങ്കിലും ഒരു തഖ്വയുടെ പോരായ്മ ഉണ്ടെങ്കിൽ അള്ളാഹു തആല പരിഹരിച്ച് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി നമ്മൾ മൊത്തത്തിൽ ദുആരക്കുന്നു. അള്ളാഹു തആല നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുകയാണ്. അപ്പോൾ ദുആക്ക് മുമ്പ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ് അതൊക്കെ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار لا إله إلا أنت سبحانك إني كنت من الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا
അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, അല്ലാഹുവേ രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങളെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ആമീൻ പറയുന്ന മജ്ലിസാണ്, ദിക്ർ ചൊല്ലിയ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ ദുആകൾ പറഞ്ഞ മജ്ലിസാണ്. അല്ലാഹുവേ, നിന്റെ മുത്ത് ഹബീബിന് വേണ്ടി സ്വലാത്തുകൾ ചൊല്ലിയ മജ്ലിസാണ്. നീ ഖബൂലാക്കണേ അല്ലാ. പരിപൂർണമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. നിഅമത്തുകൾ തടയല്ലേ റബ്ബേ. ചെയ്തു പോയ തെറ്റുകളുടെ പേരിൽ അല്ലാഹുവേ നീ തരുന്ന അനുഗ്രഹങ്ങൾ നിർത്തിക്കളയല്ലേ റഹ്മാനെ. ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ് ജീവിതത്തിൽ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് അബദ്ധങ്ങൾ തെറ്റുകൾ പറ്റിയവരാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഭർത്താക്കന്മാർ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ, അഭിമാനം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയി ഞങ്ങളുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, പലരും ഖബറിലാണ്. ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് ചെല്ലാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഓരോ ആളുകൾക്കും എന്തെല്ലാം പ്രയാസങ്ങൾ പ്രശ്നങ്ങളുണ്ടെന്ന് നിനക്കറിയാം അല്ലാ. എല്ലാം നീ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ വേദനകളും വിഷമങ്ങളും രോഗങ്ങളും നീ മാറ്റി സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് കാണുന്ന ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങൾ അല്ലാഹുവേ, പലരും ഹോസ്പിറ്റലുകളിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുന്ന രോഗികളായി. എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാ. പലർക്കും പലവിധത്തുള്ള ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. എന്തെല്ലാം ആർക്കെല്ലാം ഉണ്ടെന്ന് നിനക്കറിയാം. നീയാണ് രോഗം തരുന്നവൻ, നീയാണ് ഷാഫിയായവൻ റബ്ബേ. ഷാഫിയായ അല്ലാ, രോഗങ്ങൾക്ക് നീ ശിഫാ തരണേ അല്ലാ. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വീഡിയോകൾ കാണുന്ന വീഡിയോകൾക്ക് താഴെ കമന്റായി ദുആ വസിയത്ത് പറയുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹുവേ, ആ മുഅ്മിനീങ്ങളുടെ പേര് വിവരങ്ങൾ നിനക്കറിയാം. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം, എഴുതുന്നു നിനക്കറിയാം റഹ്മാനെ. അവരുടെ എല്ലാവരുടെയും എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദൂരീകരിക്കണേ അല്ലാ. മനസ്സിന്റെ മുറാദ് അവരുടെയും ഞങ്ങളുടെയും ഹാസിലാക്കി തരണേ അല്ലാ. വേദനകൾ വിഷമങ്ങൾ മാറ്റിത്തരണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. കടക്കാരായി ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങളുള്ളവരുടെ ആ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി നീ തുറന്നു കൊടുക്കണേ റഹ്മാനെ. സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് ആളുകൾ ജോലിയില്ലാതെ വിഷമിക്കുന്നു, ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഒരുപാട് പേര് വീടില്ലാതെ വിഷമിക്കുന്നു, വീട് പണി നടക്കുന്നവരുണ്ട്, എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ സങ്കടപ്പെടുന്നവരുണ്ട്, വിവാഹം ശരിയാക്കി എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. വിവാഹം നിശ്ചയിച്ചു വെച്ചവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കള് ഒരുപാട് പഠിക്കുന്നവരാണ്, പരീക്ഷകൾ എഴുതിയവരാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. റഹ്മാനായ അല്ലാ, റഹീമായ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ കുടുംബങ്ങളിൽ നീ ഐശ്വര്യം തരണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. വഴിതെറ്റി പോകുന്ന കാലമാണ് അല്ലാഹുവേ, മോശത്തരങ്ങൾ അധികരിക്കുന്ന കാലമാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തുള്ള ദുർപ്രവർത്തനങ്ങളെ തൊട്ടും അല്ലാഹുവേ, മോശത്തരങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ റഹ്മാനെ. ഈ വർഷം ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഒരുപാട് ഹാജിമാരുണ്ട്. അല്ലാഹു അവർക്ക് ഹജ്ജും ഉംറയും സിയാറത്തും മഖ്ബൂലും മബ്റൂറുമായി
ചെയ്യാനുള്ള അവസരം കൊടുക്കണേ അല്ലാ. ഒരുപാട് പേർക്ക് ഹജ്ജ് മുടങ്ങി പോകുമെന്ന് ഭയപ്പെടുകയാണ് റബ്ബേ, നീ കാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും അല്ലാഹുവേ നിനക്ക് പൊരുത്തപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അവസാനം മുഅ്മിനായി മരണപ്പെടാനുള്ള തൗഫീക്ക് തരണേ അല്ലാ. എവിടെ വെച്ചാണ് മരിക്കുക, എങ്ങനെയാണ് മരിക്കുക, എപ്പോഴാണ് മരിക്കുക എന്ന് ഞങ്ങൾക്കാർക്കും അറിയില്ല റബ്ബേ. മരിക്കുന്ന സമയത്ത് റബ്ബേ ഞങ്ങൾക്ക് കലിമ ചൊല്ലി മരിക്കാനുള്ള അവസരം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തിലുള്ള കാവലും നീ തരണേ അല്ലാ. മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ് എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അസൂയാലുക്കളുടെ അസൂയെ തൊട്ട് കാക്കണേ അല്ലാ. സിഹർ വെക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണീർ വെക്കുന്ന ആയിനീങ്ങളുടെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ നാവ് ദോഷങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനെ. എല്ലാവിധത്തിലുള്ള പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ കച്ചവടം, ഞങ്ങളുടെ വീട്, വാഹനം എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാ. ഈ മജ്ലിസ് ഖബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ അർഹമായ പ്രതിഫലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും കഴിയുന്നത് പോലെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.